അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുമാർ, പണ്ഡിതന്മാർ, ദീനീ സ്നേഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ റബ്ബ് പൊരുത്തപ്പെട്ട ഒരമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥ ദീനിൻ്റെ ഹാദിമീങ്ങളായി നമ്മയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫത്ഹുൽ മുഈൻ നേടിയ സ്വീകാര്യത, ഇതാണ് എന്നിൽ അർപ്പിതമായ വിഷയം. അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാചകത്തിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അയ്യുർഫഅൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു. അന്ത്യനാളിന് വിവിധങ്ങളായ അടയാളങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട അടയാളമാണ് ഒന്ന്, യഥാർത്ഥ ഇൽമ് ഉയർന്നു പോവുകയും തലസ്ഥാനത്ത് ജഹ്ല് ഇടം പിടിക്കുകയും ചെയ്യുക എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. ആ ഹദീസിനെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളോട് കൂട്ടി വായിക്കുമ്പോൾ, യഥാർത്ഥ ഇൽമ് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇഹ്യാ ചെയ്യാനുള്ള ഒരു ഏർപ്പാടാണ് നാം ഇവിടെ നടത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ സദസ്സിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ സംഗമത്തെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫത്ഹുൽ മുഈൻ നേടിയെടുത്ത സ്വീകാര്യത, ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഖാസിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അതേതൊക്കെ പ്രദേശങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നു എന്നു ചിന്തിച്ചാൽ മതി. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും സദാ ഫിഖ്ഹിന്റെ ആരംഭം മുതൽ അവസാനം വരെ പഠിപ്പിക്കപ്പെടാൻ ഉപയോഗിക്കുന്ന ഏക ഗ്രന്ഥം അത് ഫത്ഹുൽ മുഈൻ മാത്രമാണെന്ന് പറയാവുന്നിടത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ. ഇന്ന് അതും മുന്തഹബായി പഠിപ്പിക്കപ്പെടുന്നിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വസ്തുത മറുഭാഗത്തുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇന്തോനേഷ്യയിലൊക്കെ അറിയപ്പെടുന്നത് തന്നെ രണ്ടാം തുഹ്ഫ എന്നാണ് ഫത്ഹുൽ മുഈൻ അറിയപ്പെടുന്നത്. അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ എമ്പാടും നമുക്ക് മതി. ഇത് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മത്നാകുന്ന ഖുറത്തുൽ ഐൻ, അതിന്റെ പദ്യാവിഷ്കാരമുണ്ട്. അന്നളുമുൽ വഫി ഫിൽ ഫിഖ്ഹി ശാഫിഈ എന്ന പേരിൽ 999 വൈത്തുകളിലായി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ഫദ്ഫരി എന്നവരുടെ മകൻ എഴുതിയ ഈ ബൈത്തുകൾ നമുക്കിന്ന് ലഭ്യമാണ്. വഹാദിഹി ഉർജൂസത്തുൻ ഖാദിഹ്തവത് അലല്ലതി ഫീ ഖുറത്തിൽ ഐനി അതത് എന്ന് തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ടവർ സുദീർഘമായി അതിനെ പദ്യാവിഷ്കാരം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയും വിളിച്ചറിയിക്കുന്നത് ഈ ഫത്ഹുൽ മുഈനിന്റെ സ്ഥാനത്തെയും അതിന്റെ മഹത്വത്തെയുമാണ്. ഇത് മാത്രമല്ല, ഫത്ഹുൽ മുഈനും അതിന്റെ മത്നാകുന്ന ഖുറത്തുൽ ഐനും അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ നടക്കുന്ന വിവിധ കോഴ്സുകൾ, അതുപോലെ സെമിനാറുകൾ, ഇതെല്ലാം ഇതിന്റെ ഉന്നതിയെ വിളിച്ചറിയിക്കുന്നതാണ്. മാത്രമല്ല, നാമൊക്കെയും അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രചനയുടെ ഹാഷിയത്തു ശർവാനി, ഇതിലൊക്കെയും ധാരാളം സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിന്റെ ഉദ്ധരണികൾ കൊടുത്തത് കാണാം. പ്രധാനപ്പെട്ട 5 ഉലമാക്കളുടെ ഫത്വകളുടെ സമാഹാരമാകുന്ന ബിഗിയത്തുൽ മുസ്തർശിദീൻ, ഇതിൽ ബഹുമാനപ്പെട്ടവർ പലയിടങ്ങളിലും വനഖലഹുൽ മലേബാരി എന്ന പേരിലും ഫത്ഹുൽ മുഈൻ എന്ന പേരിൽ തന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫത്ഹുൽ മുഈനെ പരാമർശിച്ചു കാണാം. ഞാൻ അതിലേക്ക് ദീർഘമായി കടക്കുന്നില്ല. ഈ ഫത്ഹുൽ മുഈനിനെ അധികരിച്ച് രചിക്കപ്പെട്ട സുപ്രധാന 3 ഹാഷിയകളാണല്ലോ
ഒന്ന് ഇആനത്തുൽ മുസ്തഈൻ, മറ്റൊന്ന് ഇആനത്തു ത്വാലിബീൻ, അതുപോലെ തർശീഹുൽ മുസ്തഫീദീൻ. ഇതിന്റെയൊക്കെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ ഹാഷിയകളും ഷറഹുകളും രചിക്കാനുള്ള പാശ്ചാത്തലം വിവരിക്കുന്നത് നാം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ ഫതുഹുൽ മുഈനിന്റെ മഹത്വം ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കൂട്ടത്തിൽ നാം ചേർത്ത് വായിക്കേണ്ടത് ഈ 3 ഹാഷിയകളും കേരളത്തിൽ നിന്നുടലെടുത്തതല്ല, ഇന്ത്യയിൽ നിന്നുടലെടുത്തതല്ല, മറിച്ച് ഇന്ത്യയുടെ പുറത്ത് അറബ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഈ ഹാഷിയകൾ രൂപം കൊണ്ടത് എന്ന് വിലയിരുത്തുമ്പോഴാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്നും രചിച്ച ഈ ഗ്രന്ഥം, അതിന് ഹാഷിയകൾ ആദ്യമായി രൂപപ്പെട്ടു വരുന്നത് ഇന്ത്യയുടെ പുറത്തു നിന്നാണ് എന്ന് വിലയിരുത്തുമ്പം നാം ഒന്ന് ആലോചിച്ചു നോക്കണം, എന്തുമാത്രം മഹത്വം ഈ ഗ്രന്ഥത്തിനുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ വായിക്കാം. ഇആനത്തുൽ മുസ്തഈൻ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അഹ്മദ് ബാസുബിരി റളിയല്ലാഹു അൻഹു, ഹിജ്റ 1304 ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. ഈ 3 ഷറഹുകളിൽ ആദ്യം രചിക്കപ്പെട്ടതായി ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുന്നത് ഇആനത്തുൽ മുസ്തഈനാണ്. ഇന്ന് നമുക്കത് ഇവിടെ അതിന്റെ 2 മുജല്ലദായിട്ടാണ് ഇറങ്ങിയത്. അതിന്റെ ഒരു ഭാഗം നമുക്ക് ലഭ്യമാണ്. അതിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണും, ലമ്മാ കാന അഅ്ളമുൽ മുഅല്ലഫാതി വഅൻഫഉഹാ വഅബ്ദഉഹാ മുഅല്ലഫ അൽ-ഇമാമിൽ ആലിമിൽ അല്ലാമ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഈ രചന ശാഫഈ മദ്ഹബിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയതും ഏറ്റവും ഉന്നത നിലവാരത്തിലുമുള്ളതുമായി മാറി. പക്ഷേ അതിനൊരു കുറവ് ബഹുമാനപ്പെട്ടവർ കാണുന്നു. ഞാൻ അതെന്റെ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഫലം അജിദ് അലൈഹി ശൈഅൻ മിനൽ മവാദി യുഈനുനി അലാ ഇലാഹിൽ മുറാദ്. അതിന്റെ ഓരോ ഇബാറത്തുകളിലും ബഹുമാനപ്പെട്ടവർ ഒളിപ്പിച്ചു വെച്ച ആശയങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ഷറഹിന്റെ അഭാവം എന്നെ അലോസരപ്പെടുത്തി. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ അതിനൊരു ഷറഹ്, ഒരു ഹാഷിയ ബഹുമാനപ്പെട്ടവർ രചിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അതിന്റെ രചനയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതാണ് എന്റെ അറിവിൽ ഇതിനു രചിക്കപ്പെട്ട ആദ്യത്തെ ഹാഷിയായി. അപ്പം ബഹുമാനപ്പെട്ടവർ പ്രയോഗിച്ച പ്രയോഗം നാം ഒന്ന് വിലയിരുത്തുവാണ്. ലമ്മാ കാന അഅ്ളമുൽ മുഅല്ലഫാത്ത്, എത്രയെത്ര ഗ്രന്ഥങ്ങൾ ആ സമയത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ഈ ഫതുഹുൽ മുഈനിനെ കുറിച്ച് ഈ വിലയിരുത്തൽ നടത്തുന്നത്. ഇനി ബഹുമാനപ്പെട്ട ഇആനത്തു ത്വാലിബീൻ, ഇവരൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കാരല്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നഹു ലമ്മാ വഫഖനില്ലാഹു തആല ലിഖിറാഅത്തി ശറഹിൽ ആലിമിൽ അല്ലാമ. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം എനിക്ക് ഓതിക്കൊടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ബിമഹ്ഫലിൻ മിൻ തുല്ലാബിൽ ഇൽമിൽ ഇലാം തിജാഹൽ ബൈത്തുൽ ഹറാം, പരിശുദ്ധ മക്കയിൽ വെച്ച്, ഹറമിന്റെ ചാരത്ത് വെച്ച്, പരിശുദ്ധ കഅബയുടെ ചാരത്ത് വെച്ച് ഇത് ഓതിക്കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ കതബ്തു അലൈഹി ഹവാമിഷ തഹുല്ലു മബ്നാഹു വതുബയ്യിനു മഅനാഹു, അതിന്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്ന ചില അടിക്കുറിപ്പുകൾ, ഹാഷികൾ ഞാൻ എഴുതി. അത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എഴുതിയതാണ്. സുമ്മ ബഅദ തമാമിൽ ഖിറാഅത്തി ത്വലബ മിന്നി ജുംലത്തും മിനൽ അസ്തഖാഇ വൽ ഖുല്ലാൻ അസ്ലഹല്ലാഹു ലീ വലഹുമുൽ ഹാല വശാൻ തജ്രീദ തിൽകൽ ഹവാമിഷി വജംഅഹ. അങ്ങനെ ആ തദ്രീസിന്റെ വേളയിൽ പറഞ്ഞു കൊടുത്ത പ്രത്യേകമായ തഹ്ഖീഖാത്തുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥരൂപത്തിൽ പുറത്തിറക്കണമെന്ന് അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ഇഷ്ടക്കാരുടെ, വിദ്യാർത്ഥികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനത് പുറത്തിറക്കുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫലമ്മാ കററു അലയ്യ ത്വലബ തവസ്സൽതു ബിസയ്യിദിൽ അജമി വൽ അറബ്. എന്റെ ഈ ഇഷ്ടക്കാരായ വിദ്യാർത്ഥികൾ എന്നെ വളരെ നിർബന്ധിപ്പിച്ചപ്പോൾ ഞാൻ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ഞാൻ ഇതിൽ എന്തു വേണമെന്ന് തീരുമാനിക്കാൻ എനിക്കൊരു വഴികാട്ടി തരണമെന്ന് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തപ്പോൾ ഫജാഅത്തിൽ ബിശാറത്തു ബിൽ ഇഷാറ, അങ്ങനെ ഒരു രചനയുമായി മുന്നോട്ട് പോവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ബഹുമാനപ്പെട്ട ഈ ഇആനത്തു ത്വാലിബീൻ അതിന്റെ രചനാ പാശ്ചാത്തലം വിലയിരുത്തുന്നത് നമുക്ക് ഫതുഹുൽ മുഈനിന്റെ മഹത്വം മനസ്സിലാക്കാൻ എമ്പാടും മതിയാകും. കൂട്ടത്തിൽ ഇതേ ആശയം തന്റെ തർശീഹുൽ മുസ്തഫീദീൻ ബഹുമാനപ്പെട്ട അലവി ഇബ്നു അഹ്മദ് സഖാഫ്, ഇവരെല്ലാം ഏകദേശം അടുത്ത കാലക്കാരാണ്.
ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഇആനത്തുൽ മുസ്തഈനിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് ഹിജ്റ 1304 ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ഷത്താ അഥവാ ഇആനത്തുൽ ത്വാലിബീനിന്റെ മുസന്നിഫ് വഫാത്താകുന്നത് ഹിജ്റ 1310. അതിനുശേഷം 1335 ബഹുമാനപ്പെട്ട അലവി ഇബ്നു അഹ്മദ് സഖാഫ് എന്നവരുടെ വഫാത്ത്. ബഹുമാനപ്പെട്ടവരും പറയുന്നു, ഇന്ന കിതാബ ഫത്ഹുൽ മുഈൻ ലിൽ ഇമാമിൽ ആലിമിൽ അല്ലാമ. ബഹുമാനപ്പെട്ടവരുടെ ഫത്ഹുൽ മുഈൻ മിമ്മാ കസുറ നഫ്ഉഹു വഅദമ ഇൻദ അഹ്ലിൽ ഇൽമി വഖഉഹു ലിഇതിയാനിഹി മിൻ മദ്ഹബിൽ ഇമാം ശാഫിഈ ബിസ്സുബ്ദ വമിൻ കലാമിൽ മുതഅഖിരീന ബിസ്സഫുഅ. ഷാഫിഈ മദ്ഹബിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ ബാബ്, ഓരോ ഫിഖ്ഹിന്റെ ബാബിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ളതിന്റെ സംക്ഷിപ്തം വളരെ ബൃഹത്തായ രൂപത്തിൽ വിവരിച്ച ഒരു ഗ്രന്ഥമാണിത്. ആ പേരിലാണ് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവരും പറയുന്നു, എനിക്ക് വകുന്തു ഫീ സനത്തി 1292 വഖദ് മന്നല്ലാഹു തആല അലയ്യ ബിഖിറാഅതിഹി ലിബഅദി ദവിൽ ഫുഹൂമിൽ ദക്കിയ. നല്ല ബുദ്ധിശാലികളായ വിദ്യാർത്ഥികൾക്ക് ഈ ഫത്ഹുൽ മുഈൻ, ഇതൊക്കെയും പരിശുദ്ധ മക്കയും മദീനയും ആ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന വേളയാണ് ഈ പറയുന്നത്. അങ്ങനെ എനിക്കൊരു തുണ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിച്ചപ്പോൾ ചില അനിവാര്യമായ അടിക്കുറിപ്പുകൾ ചേർക്കേണ്ടതിലേക്ക് ഞാൻ നിർബന്ധിതനായി. അങ്ങനെ തദ്രീസ് വേളയിൽ ശേഖരിച്ച ആ തക്രീറുകളെല്ലാം പിന്നീട് ഗ്രന്ഥരൂപത്തിൽ വരികയാണ് ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനിത് പറഞ്ഞത് ഈ 3 പ്രധാനപ്പെട്ട ഹാഷിയകൾ, ഇതിനു പുറമെ ധാരാളം ഹാഷിയകളും തക്രീറാത്തുകളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ നേരത്തെ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് വായിച്ചു. ഇവകളൊക്കെ വിളിച്ചോതുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഫത്ഹുൽ മുഈനിന്റെ കേരളീയ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ അകത്തും എന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ സമൂഹം, പണ്ഡിത ലോകം ഉൾക്കൊണ്ട വിധമാണ് നമുക്കിതിലൂടെ വായിക്കാൻ കഴിയുന്നത്. ഞാൻ ആ വിഷയത്തെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിൽ എന്തുകൊണ്ടും ഈ ഫത്ഹുൽ മുഈനിന് ഇങ്ങനെ ഒരു സ്വീകാര്യത നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് വിലയിരുത്തിയാൽ ബോധ്യപ്പെടുന്ന ഒരു 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ സമൂഹത്തിനിടയിൽ, ജനങ്ങൾക്കിടയിൽ ഒരു ഗ്രന്ഥത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ സ്വീകാര്യത ലഭിക്കുക എന്നത് അത് ആ നിലയിൽ മാത്രം ചിന്തിക്കുമ്പോൾ ഒരു പ്രശംസിക്കപ്പെടേണ്ട കാര്യമല്ല. പക്ഷേ ഒന്നുണ്ട്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാദാ ജിബ്രീല, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന അടിമയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ അടിമയെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. അവിടെ നിർത്തുന്നില്ല, ഫയുനാദി ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശവാസികൾക്കിടയിൽ ഒരു വിളംബരം നടത്തുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ. അല്ലാഹു തആല ഇന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫഅഹിബ്ബൂഹു, നിങ്ങളെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശവാസികളെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. തുടർന്ന് സുമ്മയുൽ ഖബൂലു ഫിൽ അർള്, ആകാശലോകത്തും അള്ളാഹുവിന്റെയും ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അതിനനുബന്ധമായി ഈ ഭൂമി ലോകത്ത് ലഭിക്കപ്പെടുന്ന ഒരു സ്വീകാര്യത, അത് പ്രശംസിക്കപ്പെടേണ്ടതാണ്. അതിനർത്ഥം ഭൗതിക ലോകത്ത് സ്വീകാര്യത ലഭിക്കുന്നതെല്ലാം അള്ളാഹു എന്നല്ല, മറിച്ച് അള്ളാഹു തആല കബൂല് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ഈ ഭൂമി ലോകത്തുള്ള സ്വീകാര്യത വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി കൊതിക്കേണ്ടതും അധ്വാനിക്കേണ്ടതുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആ നിലയിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു ഫത്ഹുൽ മുഈൻ ഈ സ്വീകാര്യത നേടിയെടുക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഒന്നാമതായി നമുക്ക് പറയാൻ കഴിയുക ഈ രചനയ്ക്ക് പിന്നിലെ ബഹുമാനപ്പെട്ടവരുടെ താല്പര്യം. ഇത് കേവലം ഈ രചനയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഏതൊരു വിഷയവും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ആ പദ്ധതിയുടെ പിന്നിൽ, ആ പ്രവർത്തനത്തിന്റെ പിന്നിൽ അതിന്റെ അണിയറ ശില്പികൾ അവർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ, അതിനു മുൻപ് രചിക്കപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ഖുറത്തുൽ ഐൻ എന്ന മത്തിന്
ഇതിൻ്റെയൊക്കെ ആരംഭവും അതിൻ്റെ അവസാനവും ഒന്ന് വിലയിരുത്തി നോക്കിയാൽ എന്താണ് ആ രചനയ്ക്കു പിന്നിൽ ബഹുമാനപ്പെട്ടവർക്കുണ്ടായ താല്പര്യമെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തികച്ചും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണം, ഇതു കാരണം എനിക്ക് പരലോകത്ത് രക്ഷ ലഭിക്കണം എന്നത് മാത്രമായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. നമ്മളൊക്കെയും എന്തെങ്കിലും കുറിപ്പെഴുതുകളുമ്പോഴേക്ക് അതിനേക്കാൾ വലിയ അതിൻ്റെ ആമുഖമുണ്ടാകും. ഈ വിഷയത്തിൽ ഒരു മഹാവിടവുണ്ടായിരുന്നു. എൻ്റെ ഈ രചന കൊണ്ട് ഇത് സമ്പൂർണമായും അടയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതും. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ഈ രചനയുടെ ആരംഭത്തിലും അതിൻ്റെ അവസാനത്തിലുമുള്ള കുറിപ്പുകളൊന്ന് വായിച്ചു നോക്കിയാൽ എന്തായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ രചനയ്ക്കു പിന്നിലെ താല്പര്യമെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഈ ഖുറത്തുൽ ഐൻ, ഈ മത്തിനിന്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാചകം, വസമ്മൈതുഹു ബിഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ. ഈ ഗ്രന്ഥത്തിന് ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ. ഇതുകൊണ്ട് ബുദ്ധിശാലികളായ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉപകാരം ലഭിക്കണം. ഇതു കാരണം നാളെ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഉയരണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതാണ് ബഹുമാനപ്പെട്ടവർ ഈ ഖുറത്തുൽ ഐൻ എന്ന ആ ചെറുഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത്. ഇനി അതിന് ബഹുമാനപ്പെട്ടവർ തന്നെ ശറഹ് എഴുതിയപ്പോൾ ആ നാമകരണം പറയുന്നിടത്തും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാണാം, വസമ്മൈതുഹു ബിഫത്ഹിൽ മുഈൻ ബിശറഹി ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ വഅനാ അസ്അലുല്ലാഹൽ കരീമൽ മന്നാൻ അയ്യഉമ്മൽ ഇന്തിഫാഉ ബിഹി ലിൽ ഖാസ്സത്തി വൽ ആമ്മത്തി മിനൽ ഇഖ്വാൻ വഅയ്യുസ്കിനനി ബിഹിൽ ഫിർദൗസ ഫീ ദാരിൽ അമാൻ. ഇതു കാരണം എനിക്ക് പരലോകത്ത് നേട്ടം ലഭിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ടവരു തന്നെ അതിന് ശറഹ് എഴുതിയപ്പോഴും ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും ആരംഭത്തിൽ എഴുതിയതാണ്. ഇതിൻ്റെ അവസാന ഭാഗം ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിന്റെ രചന തീർക്കുന്നത് തന്നെ ഒരു വിശുദ്ധ റമളാനിലെ 24-ാം ദിവസം വെള്ളിയാഴ്ച സുബഹിന് ശേഷമാണ്, പ്രഭാതത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇതിന്റെ രചന തീർക്കുന്നത്. ബഹുമാനപ്പെട്ടവരത് പറയുന്നു, ഫറഗ്തു മിൻ തബഈദി ഹാദ ശറഹി ലഹ്വത യൗമിൽ ജുമുഅത്തി അർ-റാബിഅ വൽ 20 മിൻ ശഹ്രി റമളാനൽ മുഅല്ലമി ഖദ്റുഹു. പരിശുദ്ധ റമളാൻ, ആ റമളാനിലെ 24-ാം രാവ്, 24-ാം ദിവസം, അതുതന്നെ ഒരു വെള്ളിയാഴ്ച, അതും പ്രഭാത വേള. നോക്കൂ, ഒരു രചന തീർക്കാനെടുക്കുന്ന സമയം എന്തിനാണിത്? ഇത് നമുക്ക് നമ്മുടെ ഇമാമുകളുടെ പല ഗ്രന്ഥങ്ങൾ വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സമയത്തും മഹത്വമേറിയ സ്ഥലത്ത് വെച്ചും, ഒന്നിരിക്കൽ ആ രചനയുടെ ആരംഭം, അതല്ലെങ്കിൽ അതിന്റെ അവസാനം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ. ബഹുമാനപ്പെട്ട ബുശ്റൽ കരീം ഇതൊക്കെയും അവസാനിപ്പിക്കുന്നത് ഹഖീഖത്തിന്റെ വിഷയം പറഞ്ഞു, പിന്നെ പേരുകളുടെ മഹത്വം. ആ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ പേര് അബ്ദുള്ള, പിന്നെ അബ്ദുറഹ്മാൻ, ഇതൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന പേരു നാമകരണം ചെയ്യുന്നതിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് 3 പരമ്പരക്കൊക്കെയും മുഹമ്മദ് എന്ന് പേര് വെച്ചവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതു കാരണം ഈ രചനക്ക് ബറക്കത്ത് ലഭിക്കണം. ഇത് നമ്മുടെ ഇമാമുകളുടെ രചനകളിലെല്ലാം ഇത് നിഴലിച്ചു കാണാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്, ഈ ഗ്രന്ഥം അറബ് അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിക്കപ്പെട്ടതാണ്. പക്ഷെ ആ ക്രമീകരണത്തിൽ ആദ്യം മീമു കൊണ്ട് തുടങ്ങുന്നു. ഈ അക്ഷരക്രമം തെറ്റിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന പേര് കൊണ്ട് തുടങ്ങുന്നു. എന്തിന്? ഈ കിതാബിന് ആ പേരിൽ ബറക്കത്ത് ലഭിക്കണം. ബഹുമാനപ്പെട്ടവർ അത് എഴുതി ഉടനെ തന്നെ അവിടെ എഴുതി കാണുന്നുണ്ട്, ഫലില്ലാഹിൽ ഹംദ്, എനിക്ക് അതിൻ്റെ നേട്ടം ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് രചനയുടെ തുടക്കം അത് ഇന്ന സ്ഥലങ്ങളിലാകുന്നത് ഇത് കബൂല് ചെയ്യാൻ കാരണമാണ്. അതുപോലെ ഇന്ന സമയങ്ങളിൽ രചനയുടെ തുടക്കമോ അതല്ലെങ്കിൽ ഒടുക്കമോ നടത്തുന്നത് രചന സ്വീകരിക്കപ്പെടാൻ കാരണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇമാമുമാർ ഏതു ഗ്രന്ഥം രചിക്കുമ്പോഴും ഇതൊക്കെയും റബ്ബ് സ്വീകരിച്ചു കിട്ടണമെന്ന നിലയിൽ ഇത്തരം സമീപനങ്ങൾ അവർ നടത്തിയത് കാണാം. ആ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഈ ഫതുഹുൽ മുഈനിന്റെ രചനയുടെ അവസാനം ഏത് ദിവസം നടന്നത്? പരിശുദ്ധ റമളാന്റെ 24-ന് നടക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗമൊക്കെ
നാം ഒന്ന് വായിച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ രചനയുടെ ലക്ഷ്യം എത്ര നിഴലിച്ചു കാണും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അഅ്തഖനല്ലാഹു തആല മിനന്നാർ വഹശറനാ ഫീ സുംറത്തിൽ മുഖറബീനൽ അഖിയാർ എന്ന് പറഞ്ഞു. വാസ്കനൽ ഫിർദൗസ മിൻ ദാരിൽ ഖറാർ ഇങ്ങനെ പറഞ്ഞിട്ട് വമന്ന അലയ്യ ഫീ ഹാദത്ത് ഇലീഫി വഗൈരിഹി, എൻ്റെ ഈ രചനയിലും അതുപോലെ മറ്റു രചനകളിലെല്ലാം അല്ലാഹു തആല എനിക്ക് കനിഞ്ഞു നൽകണം ബി ഖബൂലിഹി, ഇതിന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയും വഉമൂമിൻ നഫ്ഇ ബിഹി, ഇതുകൊണ്ടുള്ള വ്യാപകമായ ഉപകാരം. അല്ലാഹു തആല ആ ദുആ സ്വീകരിച്ചതിന്റെ ഫലമായിരിക്കുമല്ലോ ഇന്നു കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത് പഠിപ്പിക്കപ്പെടുന്നു. കേവലം തലപ്പാവ് ധരിച്ച ഉസ്താദുമാർക്ക് മാത്രമല്ല, നാട്ടുജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വരെ ഫതുഹുൽ മുഈൻ ദർസ് എന്ന പേരിൽ പ്രത്യേകം ഫതുഹുൽ മുഈനിന്റെ ഇബാറത്തുകൾ വായിച്ച് അർത്ഥം വെക്കുന്നൊന്നുമില്ലെങ്കിലും ഇത് എടുക്കുന്ന കിതാബ്, തദ്രീസ് നടത്തുന്ന ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നവർ മുമ്പിൽ വെക്കുന്ന കിതാബ് ഈ ഫതുഹുൽ മുഈൻ ആയിരിക്കും. അതൊക്കെയും അള്ളാഹുവിന് വേണ്ടി രചിക്കപ്പെട്ടു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ നടത്തിയ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഇത്. ഈ രൂപത്തിൽ ഇതുകൊണ്ട് ഉപകാരമുണ്ടാവുക എന്നത്, ആ കൂട്ടത്തിൽ നമ്മളുടെ സയ്യുകളെല്ലാം ആ അർത്ഥത്തിൽ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ നാം വിലയിരുത്തി നോക്കിയാൽ ഇതിന്റെ രചനയ്ക്കു പിന്നിലെ ആത്മാർത്ഥതയും ആ അള്ളാഹു സ്വീകരിക്കണമെന്ന ലക്ഷ്യവും, ഇതാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സ്വീകാര്യത ഈ ഫതുഹുൽ മുഈനിന് കിട്ടുന്നത്. ഇത് ഈ ഗ്രന്ഥത്തിന്റെ കഥ മാത്രമല്ല, നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ സുബദ് എന്ന ഒരു കിതാബുണ്ട്, 1000-ലധികം ബൈത്തുകൾ. അത് ബഹുമാനപ്പെട്ടവർ രചിച്ചു. ആ രചിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ടവർ അത് കടലിൽ താഴ്ത്തി, വെള്ളത്തിൽ താഴ്ത്തി. അങ്ങനെ താഴ്ത്തുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഖാലിസൻ ലില്ലാഹി തആല, ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥമാണെങ്കിൽ ഫഅദ്ഹിർഹു അലാ വജ്ഹിൽ മാ, ഇത് വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് നീ എത്തിക്കണം. വ ഇല്ലാ ഫഅദ്ഹിബുഹു, അല്ലെങ്കിൽ ഇതിനെ ആ വഴിക്ക് വിട്ടേക്കണമെന്ന് പറയുന്നു. ഈ ഭൗതിക ലോകത്തു തന്നെ അല്ലാഹു തആല സ്വീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് വിലയിരുത്തപ്പെടാനുള്ള ചില അടയാളങ്ങളാണല്ലോ അത്. എന്ത് സംഭവിച്ചു? ഫളഹറ അലാ വജ്ഹിൽ മാ, ഈ കെട്ടിത്താഴ്ത്തിയ ഈ കടലാസു കഷ്ണങ്ങൾ വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്നു. അപ്പോൾ അത് സമൂഹം അറിയുമ്പോൾ ഇത് അള്ളാഹുവിന് വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമാണെന്ന് മനസ്സിലാകുന്നു. അതടിസ്ഥാനത്തിൽ ഈ സുബദ് എന്ന കിതാബിന് വന്ന ശറഹുകളും ഹാഷികളും എത്രയാണ്! ബഹുമാനപ്പെട്ട മുഹമ്മദുർ റംലി തങ്ങൾ, അഹ്മദുർ റംലി തങ്ങൾ, ഉപ്പയും മകനും രണ്ടുപേരും ഇതിന് ശറഹ് എഴുതിയിട്ടുണ്ട്. ഫതുഹുർ റഹ്മാൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ട അഹ്മദുർ റംലി തങ്ങളുടെ ശറഹ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ ഗായത്തുൽ ബയാൻ എന്ന പേരിൽ മകൻ മുഹമ്മദുർ റംലി തങ്ങളുടേതും. ഈ രണ്ടു രചനയും നാം ഒന്ന് മുഖാറണത്തു ചെയ്താൽ ഇബാറത്തുകളൊക്കെ വളരെ സാമ്യത തോന്നും. നാം ചിലപ്പോൾ ചിന്തിച്ചു പോകും, എന്തിനാണ് ഉപ്പ രചിച്ചിടത്ത് മകൻ രചിക്കുന്നത് ഒരു രചന? പക്ഷെ അതിന്റെ പിന്നിലെ താല്പര്യം മുബാറക്കായ മഖ്ബൂലായ ഒരു ഗ്രന്ഥത്തിന് സേവനം ചെയ്യുന്നത്, ആ ഗ്രന്ഥം മനസ്സിലാക്കാനുള്ള ശുറൂഹിന്റെ അഭാവം മാത്രമല്ല, മറിച്ച് അവരുമായുള്ള ഒരു ബന്ധം ഈ രചനയിലൂടെ ഉണ്ടാക്കിയെടുക്കുക. മിൻഹാജിന് എത്ര ശുറൂഹുകളുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ശറഹ് എഴുതുന്നത്. ആ ശറഹിന്റെ ആരംഭത്തിലും ബഹുമാനപ്പെട്ടവർ കുറിച്ചത് എന്താണ്? എന്റെ ദീർഘകാലത്തെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബിന് സേവനം ചെയ്യണമെന്ന എന്റെ ദീർഘകാലത്തെ അഭിലാഷം ഇതിലൂടെ പൂവണിയുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ അവിടെയും എഴുതി വെക്കുന്നത്. അപ്പൊ കേവലം ശറഹുകൾ എഴുതുന്നത് ആ മത്നു മനസ്സിലാക്കാനുള്ള അഭാവം പരിഹരിക്കാൻ മാത്രമല്ല, മറിച്ച് ഒരു മഖ്ബൂലായ ഗ്രന്ഥത്തിന് സേവനം ചെയ്ത് അതിന്റെ പേരിൽ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കാനാണ്. നേരത്തെ ഞാൻ വായിച്ച ഈ ശുറൂഹുകളുടെയൊക്കെ ഹാഷിയകളുടെയൊക്കെ ആരംഭത്തിലോ അവസാനത്തിലോ ആയി ഇത് കുറിച്ചു കാണും, ഞാൻ ഇതിന് സേവനം ചെയ്യുന്നത് റജാ ബറക്കത്തിഹി, മഖ്ദൂം തങ്ങളുടെ ബറക്കത്ത്, അവരുടെ ദുആ എനിക്ക് ലഭിക്കണമെന്ന പ്രതീക്ഷയോടുകൂടെയാണ്. അത്തരത്തിൽ നമ്മുടെ ഇപ്പോൾ രചിക്കപ്പെട്ട ഈ ഫൈദുൽ മത്തീൻ എന്ന ഗ്രന്ഥത്തെയും ആ നിലക്ക് അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അത് വേണ്ട രൂപത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നവർ ആ നിലക്ക് വായിച്ചു മനസ്സിലാക്കി അതിന് സേവനം ചെയ്യാനും, അതിന് കഴിവില്ലാത്തവർ അത്തരം വായിക്കാൻ കഴിവുള്ളവരിലേക്ക് ഒന്നോ അല്ലെങ്കിൽ ധാരാളം കോപ്പികളോ അതിനാവശ്യമായ പണം കൊടുത്ത് അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമവും നടത്തണം. കാരണം നേരത്തെ ഖാസിം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വളരെ പണിപ്പെട്ട് രചിക്കുന്ന ഗ്രന്ഥങ്ങൾ കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ ഈ ദീനിന് വലിയൊരു നഷ്ടമുണ്ടാകുന്നുണ്ട്. എന്താണ് ആ നഷ്ടം?
അങ്ങനെ രചിക്കപ്പെട്ട് അതങ്ങനെ തന്നെ കെട്ടിക്കിടക്കുന്നത് കാണുമ്പോൾ വീണ്ടും രചിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. അതിനാൽ ഈ ഉമ്മത്തിന് യഥാർത്ഥ ഇൽമുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നു. അതിന് അനുവദിക്കാതിരിക്കാൻ കേവലം അറബ് വായിക്കാൻ അറിയുന്നവർ മാത്രം പരിശ്രമിച്ചാൽ പോരാ. അല്ലാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. അവരൊക്കെയും ഇതിനാവശ്യമായ കോപ്പികൾ പണം കൊടുത്തു വാങ്ങി വായിക്കാൻ കഴിയുന്നവരിലേക്ക് എത്തിക്കുക എന്നത് ഇതിനോട് ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ അടിച്ചിറക്കിയ കോപ്പികളെല്ലാം വിറ്റ് തീർത്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് ഇനിയും അതിൻ്റെ തുടർ പതിപ്പുകൾ ഇറക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ രചനയ്ക്കു പിന്നിലെ ആത്മാർത്ഥതയാണ് ഇങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം. മറ്റൊന്ന്, ബഹുമാനപ്പെട്ടവർ ഈ രചനയിൽ സമീപിച്ച ഒരു രീതി എന്താണത്? ഈ ഖുറത്തുൽ ഐൻ എന്ന മത്നിലും അതിനെ അധികരിച്ചു രചിക്കപ്പെട്ട ഈ ശറഹുകളിലും ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ച ഒരു ശൈലിയുണ്ട്. കേവലം തൻ്റെ ബുദ്ധിയിലുദിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയല്ല ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നത്. മറിച്ച് അതിനു മുൻപ് രചിക്കപ്പെട്ട ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളുടെ സമാഹാരമാണ് സത്യത്തിൽ ഈ ഖുറത്തുൽ ഐൻ എന്ന ഈ മത്നും അതിനാധാരമാക്കി ബഹുമാനപ്പെട്ടവർ രചിച്ച ശറഹും. അത് വളരെ വ്യക്തമായി അതിൻ്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ടവർ അത് എഴുതി ചേർത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്തഖബതുഹു, ഞാൻ ഈ ഖുറത്തുൽ ഐൻ എന്ന മത്തിന് തെരഞ്ഞെടുത്തു, വഹാദ ശറഹ, അതിൻ്റെ ശറഹും മിനൽ കുതുബിൽ മുഅ്തമദ. ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഇമാമിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നും ഇന്തിഹാബ് ചെയ്യുക. അപ്പൊ കേവലം ബുദ്ധി കൊണ്ട് പറയേണ്ടതല്ല ഫിഖ്ഹ്. ഫിഖ്ഹിന്റെ അലങ്കാരവും അതിൻ്റെ അനിവാര്യതയുമാണ് നഖ്ല് കൊണ്ട് സംസാരിക്കുക എന്ന്. അത് പ്രത്യേകം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒക്കെ പലയിടങ്ങളിൽ ഉണർത്തിയിട്ടുണ്ട്. ഫതാവൽ കുബ്രയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, അൽ മദാഹിബു നഖ്ലുൻ യജിബു അൻ യുതതവഖ ബിഹി അനാഖുൽ മുഖല്ലിദീൻ ഹത്താ ലാ യഖ്റുജു അൻഹു വഇൻ ഇത്തലഹത് മദാരികുൽ മുഖാലിഫീൻ. നഖ്ല് കൊണ്ട് മാത്രമേ മുഖല്ലിദുകൾ ഫിഖ്ഹ് സംസാരിക്കാവൂ. അതിൽ അവർ കേവലം ബുദ്ധി ഉപയോഗിക്കരുത്, യുക്തി ഉപയോഗിക്കരുത്. ഇതിനാധാരമാക്കി രചിച്ച ശറഹുകളുടെയൊക്കെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇതൊക്കെയും ഞങ്ങൾ ഇതിന് ശറഹായി എഴുതുന്നത്, ഹാഷിയായി എഴുതുന്നത് മുൻകഴിഞ്ഞ കിതാബുകളിലുള്ള ഓരോരോ ഇബാറത്തുകൾ കൊണ്ടുവരലാണ്. ഒരു ജംഅ് എന്ന ഒരു ദൗത്യം മാത്രമേ എനിക്കിതിലുള്ളൂ എന്ന് ഇതിന്റെ ശുറൂഹുകളുടെ ഒക്കെ തുടക്കത്തിൽ പറഞ്ഞു കാണാം. അപ്പം മത്നും ശറഹും അത് ഇന്തിഹാബാണ്. അതിനു പുറമെ അതിനെ അധികരിച്ചുകൊണ്ട് രചിക്കപ്പെട്ട അതിൻ്റെ ഈ ശുറൂഹുകളും ഹാഷിയകളും എല്ലാം ആ നിലക്ക് നഖല് കൊണ്ടുവന്നതാണ്. ഇനി ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ ഗ്രന്ഥവും അതൊക്കെയും ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ് അങ്ങനെ പരമ്പരയായി കിട്ടിയതാണ്. അതുമാത്രമേ യഥാർത്ഥ ഇൽമാകൂ എന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ ഇൽമു മാ ഖാല ഫീഹി ഖാല ഹദ്ദസന വമാ സിവാ ദാക മിൻ വസ്വാസി ശയാത്തീനി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരമ്പരയായി നഖ്ലു ചെയ്യപ്പെട്ടു പോകുന്നത് മാത്രമാണ് യഥാർത്ഥ ഇൽമ്. അത് ഫിഖ്ഹിന് അത് എല്ലാ ഭാഗങ്ങളിലും അത് പ്രത്യേകം വേണം താൻ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തന്നെ മറ്റൊരു സ്ഥലത്ത് ഫതാവൽ കുബ്രയിൽ പറഞ്ഞു, അന്നൽ ഇഷ്കാല ലാ യറുദ്ദുൽ മൻഖൂൽ, നഖ്ലു ചെയ്യപ്പെട്ടു പോന്ന ഒരു ഹുക്മ് അതിന് ആരെങ്കിലും നിരൂപണം നടത്തി എന്നിട്ട് ആ നിരൂപണം ന്യായമായി തോന്നുന്നു, ആരും മറുപടി പറയപ്പെട്ടിട്ടില്ല, എന്നാൽ പോലും മങ്കൂലായി പോകുന്നത് മാറ്റി നിർത്താൻ പറ്റില്ല. ബഹുമാനപ്പെട്ടവരത് സൂചിപ്പിക്കുന്നു, അന്നൽ ഇഷ്കാല ലാ യറുദ്ദുൽ മൻഖൂൽ വഇല്ലം യകുൻ അൻഹു ജവാബ്. അതിന് ആരും മറുപടി നിലവിൽ പറഞ്ഞിട്ടില്ലെങ്കിലും, മറുപടി ഇല്ലെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ ഈ നിരൂപണം കേൾക്കുന്നവരിൽ നിന്ന് അതിനെ ഗണ്ണിക്കാൻ പറ്റുന്ന മറുപടി ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും നഖല് കൊണ്ട് മാത്രമേ ഫിഖ്ഹ് സംസാരിക്കാവൂ. എന്നിട്ട് ഇന്ന് അത് പ്രത്യേകം അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. കാരണം കേവലം ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രം മനസ്സിലാക്കി പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നാം പഠിച്ചു വെച്ച ഈ ഏതാനും ചില നിയമങ്ങളിൽ നിന്നും മാത്രം മറ്റുള്ള മസലകൾക്കെല്ലാം മറുപടി പറയുന്ന ഒരു പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
അതിൻ്റെ ഗൗരവം അറിയിക്കാൻ ഞാനൊരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞ ഒരു മസ്അല, അയ്യാമുത്ത ശരീക്കിന്റെ ഏറ്, ഈ ഏറിന്റെ സമയം കടക്കുന്നത് അതത് ദിവസങ്ങളിലെ ഉച്ചയോടുകൂടെയാണ്. 11 ഏറിന്റെ സമയം കടക്കുന്നത് അന്നത്തെ ഉച്ചയോടുകൂടെ, 12 അന്നത്തെ ഉച്ചയോടുകൂടെ, 13 അന്നത്തെ ഉച്ചയോടുകൂടെ. പക്ഷെ ഈ എല്ലാ ഏറിന്റെയും സമയം അവസാനിക്കുന്നത് അയ്യാമുത്ത ശരീക്കിന്റെ അവസാന ദിവസമാകുന്ന 13 മഗ്‌രിബോടുകൂടെയാണ്. എന്നാൽ ഓരോ ദിവസത്തെയും 11 ഏറ് അന്ന് ഉച്ചക്ക് മുമ്പ് തന്നെ എറിയാമോ? അതല്ലെങ്കിൽ 12 ഏറ് 11 ഏറ് 11 എറിഞ്ഞിട്ടില്ലെങ്കിൽ 12 അന്ന് ഉച്ചക്കിന്റെ മുമ്പ് എറിയാം. പക്ഷെ 12 ഏറ് അന്ന് ഉച്ചക്ക് മുമ്പ് എറിയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു സൗകര്യം ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ ഒരിടത്ത് പറഞ്ഞത് കാണാം, വജസ്മു റാഫിഇ ബിജവാസിഹി ഖബ്ല സവാലി കൽ ഇമാമി ലഈഫ്. ഉണ്ട് അങ്ങനെ ഒരു വീക്ഷണം. സവാലിന്റെ മുൻപ് അയ്യാമുത്ത ശരീക്കിൽ ഏറുകൾ എറിയാം. അത് ബഹുമാനപ്പെട്ട ഇമാം റാഫിഇ തങ്ങൾ അങ്ങനെ തീർത്തു പറഞ്ഞു. കൽ ഇമാം, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു ലഈഫുൻ, അത് ബാലിശമാണ്. എന്നിട്ട് അവിടെ ബഹുമാനപ്പെട്ട ഇമാം ശർവാനി എടുക്കും, ഇമാം റാഫിഇ തങ്ങളുടെ ഈ വീക്ഷണം തഖ്ലീദ് ചെയ്തുകൊണ്ട് 11 12 ഒക്കെ ഏറ് ഉച്ചക്ക് മുൻപ് എറിഞ്ഞു. എന്നാൽ 12 ഏറ് എറിഞ്ഞു മഗ്‌രിബിന്റെ മുൻപ് മിന വിട്ടാൽ നഫറവ്വലായിട്ട് പോവുക എന്ന് പറയലുണ്ടല്ലോ. അങ്ങനെയാകും 13 മബീത്തും ഒഴിവാകും, 13 ഏറും ഒഴിവായിക്കും. എന്നാൽ 12 ഏറ് ബഹുമാനപ്പെട്ട ഇമാം റാഫിഇ തങ്ങളുടെ ഈ വീക്ഷണപ്രകാരം ഒരാൾ 12 ഉച്ചക്ക് മുമ്പ് എറിഞ്ഞു. ഇനി മഗ്‌രിബിന്റെ മുമ്പായി ഉച്ചക്ക് മുൻപ് തന്നെ മിനയിൽ നിന്നൊരാൾ പുറപ്പെട്ടാൽ അത് നഫറവ്വലായി പരിഗണിക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ന്യായമുണ്ടോ ഇല്ലയോ? ഇത് നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നമൊന്ന് എത്തിയാൽ ഇതിലൊരു കാര്യമായ അപാകതയൊന്നും തോന്നില്ല. കാരണം 12 അന്നത്തെ ഏറ് ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞിട്ട് മഗ്‌രിബിന്റെ മുമ്പ് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 13 മബീത്തും അന്നത്തെ ഏറ് ഒഴിവായി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇമാം റാഫിഇ തങ്ങളുടെ വീക്ഷണപ്രകാരം ഈ 12 ഏറ് അന്ന് ഉച്ചക്ക് മുമ്പ് എറിഞ്ഞാൽ പിന്നെ അവിടെ തങ്ങുന്നതിൽ പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ബഹുമാനപ്പെട്ട ഇമാം ശർവാനി തങ്ങൾ പറയുന്നു, ഇമാം റാഫിഇ തങ്ങൾ 12 ഏറ് അല്ലെങ്കിൽ 11 ഏറ് ഉച്ചക്ക് മുൻപ് എറിയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നഫറവ്വലായിട്ട് പോകാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയുന്നു വലാ യസഉ ലി അംസാലിന, നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല. ഇതാരാണ് പറയുന്നത്? ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ. അത് മനസ്സിലാക്കണമെങ്കിൽ നാം ഇന്ന് കാര്യമായി അവലംബിക്കുന്ന ഒരു ഹാഷിയാണല്ലോ ഈ ശർവാനി എന്ന് പറയുന്ന ഹാഷിയ. അതിന്റെ ആ രചന നിർവഹിച്ച മഹാനരാണ് പറയുന്നത് ലാ യസഉ ലി അംസാലിന, നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല. പോകാൻ പറ്റുമെന്ന് പറയാൻ നമ്മൾക്ക് ധൈര്യമില്ല. ഖിയാസാക്കി അലാ നഹ്വി റമ്യ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുമ്പം എന്ത് യുക്തിയാണ് അതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പൊ അങ്ങനെ ഫിഖ് നഖ്ല് കൊണ്ട് മാത്രം സംസാരിക്കേണ്ടതാണ്. ആ ഒരു ദൗത്യം ഇതിന്റെ രചനയുടെ ആരംഭത്തിൽ ഇതിന്റെ മത്തിനിലും ഷറഹിലും ബഹുമാനപ്പെട്ടവർ ഏറ്റെടുത്തു എന്നത് ഈ ഗ്രന്ഥത്തിന്റെ ഒരു മഹിമയും അതിന്റെ മക്കാനത്തും വിളിച്ചറിയിക്കുന്നതാണ്. ഇന്ന് നമ്മളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇന്ന കിതാബിൽ നിന്ന് പറയുമ്പം അതൊരു കുറവായിട്ട്, അങ്ങനെയൊന്നല്ല, അത് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എന്ന് പറയുമ്പോഴാണ് മഹത്വം. അങ്ങനെ ചിലതുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ദീൻ, പ്രത്യേകിച്ച് ഫിഖഹിന്റെ നിയമങ്ങൾ അങ്ങനെ കേവലം യുക്തിയിൽ ഉദിക്കുന്നത് പറയുക എന്നത് തികച്ചും അവഗണിക്കപ്പെടേണ്ടതാണ്, നഖ്ല് കൊണ്ട് മാത്രം സംസാരിക്കേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ നമുക്ക് പറ്റുന്നത്. മറ്റൊന്ന്, അത് ഞാൻ ഈ പറഞ്ഞ വസ്തുത ഇതിന്റെ ഹാഷിയകളിലെല്ലാം വളരെ വ്യക്തമായി കാണാം. ഒരു ഉദാഹരണം, ഈ ആനത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇഅ്ലം അയ്യുഹൽ വാഖിഫു അലൽ ജംഇൽ മദ്കൂർ, എൻ്റെ ഈ സമാഹരണം കാണുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് അന്നഹു ലൈസ ലീ ഫീഹി ഇല്ല നഖ്ലു മിൻ കലാമിൽ ജുംഹൂർ,
ജുംഹൂറിന്റെ കലാമിൽ നിന്നും നക്കല് ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്വവും ദൗത്യവും മാത്രമേ എനിക്കുള്ളൂ. എന്നിട്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ? വഅന്ന ഉംദത്തി ഫീ ദാലിക തുഹ്ഫ. ഇതിൽ പല ഗ്രന്ഥങ്ങളും ഞാൻ അവലംബിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തുഹ്ഫ, അതുപോലെ ഫതുഹുൽ ജവാദ്, അങ്ങനെ പറയുന്നു. നമ്മളുണ്ടല്ലോ ചെറിയ യാനത്ത് പോലത്തെ ചെറിയ കിതാബുകളിൽ, അത് യാനത്തിലല്ലേ? യാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എൻ്റെ വക ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. പക്ഷെ ഓരോ ഇബാറത്തുകൾ പറയുന്നിടത്തും, ഓരോ കോട്ടിങ്ങുകൾ കൊടുക്കുന്നിടത്തും ഇത് ഇന്ന ആൾ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു രചനക്ക് ഒരു അഭംഗി ഉണ്ടാക്കി തീർക്കുമല്ലോ. അന്നലയിൽ ഈ അസ്ബ് പലയിടങ്ങളിലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അത് എഴുത്തിൽ മാത്രമേ ഒഴിവായിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ഞാൻ ഇതിൽ എഴുതിയതെല്ലാം മുൻഗാമികളായ കിതാബുകളിൽ, ഇമാമുമാരുടെ കിതാബുകളിൽ നിന്നുമുള്ള ശേഖരണം മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഖുർറത്തുൽ ഐൻ അധികരിച്ച് രചിക്കപ്പെട്ട മറ്റൊരു ഷറഹാണല്ലോ നിഹായത്തു സൈൻ. അതിന്റെ ആരംഭത്തിലും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാണാം, വലം യകുൻ ലീ മിമ്മാ സുത്ര ഫീ ഹാദൽ കിതാബി ഷൈഉൻ. ഈ എഴുതപ്പെട്ടതിലൊന്നും എൻ്റെ വകയായി ഇല്ല. ബൽ ജമീഉഹു മഅഖൂദത്തുൻ മിൻ ഇബാറാത്തിൽ മുഅല്ലിഫീൻ. മറ്റ് ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട രചയിതാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ മാത്രമാണ് ഇതിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അന്നലക്കു തന്നെയാണ് ഫിഖ് പറയേണ്ടത്. ഇങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കാനുള്ള മൂന്നാമത്തെ ഒരു കാരണമായി ഇതിന്റെ ആശയ വൈപുല്യം, ഈ ഫതുഹുൽ മുഈനിന്റെയും അതുപോലെ ആ മത്തിനിന്റെയും ആശയ വൈപുല്യം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ ഇത്ഖാനിന്റെ ആരംഭത്തിൽ ഒരു ഗ്രന്ഥത്തിന് ശുറൂഹുകൾ വരുന്നതിന്റെ കാരണങ്ങൾ വിവരിച്ച് കാണുന്നുണ്ട്. അതിൽ ഒന്നാമതായി 3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഈ രചിക്കപ്പെടുന്ന കിതാബിന്റെ മുസന്നിഫിന്റെ വൈജ്ഞാനികമായ ഉന്നമനം. കാരണം അത്രയും ഉന്നതിയിൽ നിൽക്കുന്നവരാകുമ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളിൽ ഒരുപാട് ആശയങ്ങൾ ഒളിപ്പിച്ചു വെക്കും. അത് എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്നതാവില്ല. അപ്പൊ ഇതെല്ലാവർക്കും ലഭ്യമാകുന്ന വിധം ഇടപെടേണ്ടി വരുമ്പോഴാണ് ശറഹുകൾ രൂപപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം അതിന്റെ ഇബാദാത്തൊക്കെ കഴിഞ്ഞ് അതിന്റെ അവസാനത്തെ റുബുകളിലേക്ക് എത്തുമ്പോഴൊക്കെ കേവലം ഫതുഹുൽ മുഈൻ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ച ആശയങ്ങളെല്ലാം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കൽ അസാധ്യമാണെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. കാരണം അത്രയും ഇഖ്തിസാർ ബഹുമാനപ്പെട്ടവർ തന്റെ രചനയിൽ നടത്തിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട തർശീഹിന്റെ മുസന്നിഫൊക്കെ ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം പറഞ്ഞിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇഖ്തിസാർ പ്രത്യേകം ഹിഫ്ള് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇഖ്തിസാർ ചെയ്തപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തലത്തിലേക്ക്, അതിലെ ലളിതമായ ആശയങ്ങളെ കുറിച്ചല്ല, ആ കിതാബുകളിൽ ബഹുമാനപ്പെട്ടവർ എന്തെല്ലാമാണോ ഉദ്ദേശിച്ചത് അത് മുഴുവനും ഇതിന്റെ പഠിതാക്കൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല ഇത്തരം ശുറൂഹുകളുടെ അഭാവത്തിൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ശുറൂഹുകൾ വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ നിലക്ക് മനസ്സിലാക്കുമ്പോൾ ഫതുഹുൽ മുഈനിന്റെ ആശയ വൈപുല്യം എത്രയാണ്. ഇനിയും എത്രയോ ശുറൂഹുകൾ രചിക്കപ്പെടാനുള്ള അവസരമുണ്ട് അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. അതാണല്ലോ ഫതുഹുൽ മുഈനിന്റെ അവസാന ഭാഗത്ത് ഒന്നുണ്ടല്ലോ, ഈ ഫതുഹുൽ മുഈൻ കിതാബുൻ ശഅനുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. അതിന്റെ ഒരു വരിയിൽ കാണാം, ഫീഹിൽ ഗിനാ ഗാലിബൻ അൻ സാഇരിൽ കുതുബി. ഇതു മതി തന്റെ മുൻപിൽ വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ. ആർക്ക്? ഇതിൽ എന്തെല്ലാമാണ് ഉള്ളടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളവർക്ക്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫദാക ഫളലുൻ അലൈനാ യജിബ്, ഫദാക ഫളലുൻ അലൈനാ. ഇത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ ഔദാര്യമാണ് ഈ ഗ്രന്ഥം. അതിന് ശുക്ർ ചെയ്യൽ നിർബന്ധമാണ് എന്നും ആ പദ്യത്തിന്റെ അവസാനത്തിൽ കാണാം. അങ്ങനെ ഒരു ആശയ വൈപുല്യം, ഈ ആശയ വൈപുല്യത്തിന് ഇതിന്റെ ഒരു രചനാകാലവും കൂടെ കൂട്ടി വായിക്കുന്നത് നന്നാകും. കാരണം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന ഈ പ്രസിദ്ധമായ ഗ്രന്ഥം, അതിന് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ ശർഹ് നേരത്തെ ഉണ്ട്. പക്ഷെ നാം കൂടുതലായി ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 ശുറൂഹുകൾ, ഒന്ന് തുഹ്ഫത്തുൽ മുഹ്താജ്, അതുപോലെ നിഹായത്തുൽ മുഹ്താജ്, അതേപോലെ മുഗ്നിൽ മുഹ്താജ്. ഇതൊക്കെയും ഏകദേശം അടുത്തടുത്ത കാലങ്ങളിലാണ് ഇതിന്റെ രചനകൾ നടക്കുന്നത്. ഹിജ്റത്ത് 958 ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ എഴുതി കഴിയുന്നത്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം
963 അടുത്ത മുഗനിയുടെ രചന നടക്കുന്നത്. അതിനുശേഷം ഒരു 10 വർഷത്തിന് ശേഷമാണ് നിഹായയുടെ രചന 973. ഇസ്ലാമിന്റെ ഷാഫിഈ മദ്ഹബിന്റെ വഴിയിലെ ഒരു സുവർണ കാലഘട്ടമാണ് ഈ 10-ാം നൂറ്റാണ്ട്. ആ കാലത്തിൽ 982 അഥവാ നിഹായയുടെ രചന 973 നടക്കുമ്പോൾ ഏതാനും വർഷം, ഒരു 6-7 വർഷം കഴിയുമ്പോഴാണ് ആരുടെ പിറവി? ഫതുഹുൽ മുഈനിന്റെ പിറവി 982. ഈ 982 ഈ ഫതുഹുൽ മുഈൻ രചിച്ചു തീരുമ്പോൾ, ഈ പറഞ്ഞതൊക്കെ രചനയുടെ തുടക്കകാലമല്ല, അതിന്റെ അവസാന കാലമാണ്. ഈ ഫതുഹുൽ മുഈൻ രചിച്ചു തീരുമ്പോൾ ആ പാശ്ചാത്തലം, ആ രചനാ പാശ്ചാത്തലം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ 3 ശുറൂഹുകളും അതെല്ലാം സ്വാംശീകരിക്കുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ടവരുടെ ഫതുഹുൽ മുഈനിന്റെ രചന വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഇതിന്റെ ശുറൂഹുകളിലൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ വൈപുല്യം മനസ്സിലാക്കി തരാൻ ഷറഹിന്റെ ആളുകളും ഹാഷിയയുടെ ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എന്താ? ഈ കിതാബുകളാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, തുഹ്ഫയും നിഹായയും മുഗനിയും, അതുപോലെ ആ കാലഘട്ടത്തിന് അതിനനുബന്ധമായി രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട രചനകൾ. കാരണം ആ രചനകളെല്ലാം മുമ്പിൽ കണ്ട് അതിലുള്ള ആശയങ്ങളെല്ലാം ഇതിൽ വരണമെന്ന നിലക്കാണ് ബഹുമാനപ്പെട്ടവർ ഈ രചന നടത്തുന്നത് എന്ന് ഈ ശുറൂഹുകളുടെ സമീപങ്ങളിൽ നിന്നും ഹാഷിയകളുടെ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മൂന്നാമതായി ഞാൻ പറയുന്നത് ഈ ആശയ വൈപുല്യം. എത്ര ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും തർശീഹത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ഖിലാഫുകളൊക്കെയും വളരെ നീട്ടിപ്പറയുന്ന ഒരു രൂപം ഫതുഹുൽ മുഈനിലില്ല. എന്നാൽ ആവശ്യമുള്ളിടത്തൊക്കെ ഖിലാഫുകൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അതുതന്നെ എത്ര നാദിറായ കാര്യമാണെങ്കിൽ പോലും അതിൽ ആ നിലക്കൊന്ന് പരതിയാൽ എവിടെന്നേലുമൊക്കെ അത് വായിച്ചെടുക്കാൻ കഴിയും. ഈ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, നമ്മളെ ത്വയ്യിബുൽ ബുഖാരി തങ്ങൾ, വിദേശത്താണ് ഉള്ളത്. ഈ പരിപാടിയോടൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കുന്നവരും ഇതിൻ്റെ വിജയത്തിനു വേണ്ടി ദുആ ചെയ്യുന്നവരുമാണ്. പ്രത്യേകം ആശീർവദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വിട്ടതും. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ പറഞ്ഞു, ഈ എൻ്റെ ഉമ്മ സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗുഫിർലി എന്നുള്ളത് 3 തവണ ആവർത്തിക്കാറുണ്ട്. നമ്മൾ റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി എന്നുള്ള ആ പ്രാർത്ഥന അത് മുഴുവനായും 3 തവണ ആവർത്തിക്കുന്നതിനെ കുറിച്ചല്ല. റബ്ബി ഗുഫിർലി എന്ന ആ വാചകം മാത്രം 3 തവണ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ചിലപ്പം നമുക്കത് ചോദിച്ചാൽ അങ്ങനെ ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരും അല്ല, മഹാപണ്ഡിതന്മാരാണ് ഈ കൂട്ടത്തിലുള്ളത്. അതല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം അങ്ങനെ ഒന്നുണ്ട്. പിന്നെ അത് എവിടെ ഉണ്ടാകുന്ന, അത് ഏതെങ്കിലും ഹാഷിയകളോ അതിൻ്റെ മൂലകളോ ഒക്കെ പരിശോധിച്ച് എവിടെന്നെങ്കിലും കണ്ടെത്താനുള്ള പരിശ്രമം നമ്മൾ നടത്തും. പക്ഷെ സത്യത്തിൽ ഫതുഹുൽ മുഈനിൽ അതുണ്ട്. ഈ ദുആ പറയുന്നിടത്ത് റബ്ബി ഗുഫിർലി വർഹംനി എന്ന് പറയുന്ന ആ പ്രാർത്ഥന പറഞ്ഞതിനു ശേഷം വയുകർരിറു റബ്ബി ഗുഫിർലി സലാസൻ, അതിൽ ആദ്യവാചകമാകുന്ന റബ്ബി ഗുഫിർലി അത് 3 തവണ ആവർത്തിക്കുന്നത് സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഫതുഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. അതുപോലെ അതിന്റെ അവസാന വാചകത്തിൽ സൂചിപ്പിച്ചല്ലോ, ഫീഹിൽ ഗിനാ ഗാലിബൻ അൻ സാഇരിൽ കുതുബി. വേണ്ട രൂപത്തിൽ ഹാഷിയകളും ശുറൂഹുകളും നോക്കി ഇതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതു മതി എന്ന്. അതുപോലെ മുമ്പൊരിക്കൽ ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഐബ് ഖിയാർ എന്ന് പറഞ്ഞിട്ടൊരു വിഷയം നമ്മളെ കിതാബുകളിലെല്ലാം ബൈഇന്റെ ബാബിലുണ്ട്. അഥവാ വാങ്ങിയ വസ്തുവിന് ന്യൂനതയുണ്ടെങ്കിൽ, നേരത്തെ ഉള്ള ന്യൂനത ഇപ്പോൾ ബോധ്യപ്പെട്ടതാണെങ്കിൽ ആ പേരിൽ നമുക്ക് വസ്തുവിനെ തിരിച്ചു കൊടുക്കാം. പക്ഷേ ഒരു കുട്ടിയുടെ ചോദ്യം, അങ്ങനെ ഐബ് ഉണ്ടെങ്കിൽ അതിനെ വിൽപ്പന നടത്തുന്നത് തന്നെ ഹറാമാകുമോ? അല്ലെങ്കിൽ ഐബുള്ള വസ്തുവിനെ വിൽപ്പനാ വേളയിൽ അതിൻ്റെ ന്യൂനത നമ്മൾ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണോ? അല്ലെങ്കിൽ അങ്ങനെ ഐബ് പറയാതെ വിറ്റാൽ ആ ഐബ് വാങ്ങുന്നവന് ബോധ്യപ്പെട്ടാൽ പിന്നീട് അയാൾക്ക് തിരിച്ചു വരാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ തന്നെ കാണാൻ വേണ്ടി കുറച്ച് നോക്കി, പക്ഷെ അന്നേരം കണ്ടില്ല. പക്ഷെ പിന്നീട് ഈ ഫതുഹുൽ മുഈനിന്റെ അവസാന ഭാഗത്ത്, ഷഹാദത്തിന്റെ ഭാഗത്ത്, അതിലും ഒക്കെ പരാമർശിക്കുന്ന ഭാഗത്തിൽ ബഹുമാനപ്പെട്ടവർ ചെറുദോഷങ്ങളിൽ നിന്നും അതുപോലെ വൻദോഷങ്ങളിൽ നിന്നും മുക്തമാവണം, ഇത് തൗബയുടെ നിബന്ധനയാണ്, അതിൽ നിന്നൊക്കെ ഖേദിക്കണം എന്ന് പറഞ്ഞിടത്ത് ചെറുദോഷങ്ങൾ പലതും എണ്ണി പറഞ്ഞിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കാണും വസ്സഗീറത്തു കനദരിൽ അജ്നബിയ്യത്തി വബൈഇ മഈബിൻ ബിലാ ദിക്രി ഐബിൻ. ഐബ് പറയാതെ മബീഇനെ വിൽപ്പന നടത്തുന്നത് ഹറാമാണ്, അത് ചെറുദോഷമാണ്. നോക്കൂ, ഇത് എവിടെയാണ് പറഞ്ഞത്? അങ്ങ് ഷഹാദത്തിന്റെ ബാബിൽ, ജിനായാത്തിന്റെ ബാബിലാണ് ഈ ഒരു പരാമർശം. ഇങ്ങനെ അതിന്റെ മുക്കുകളും മൂലകളും പരിശോധിക്കുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വാചകങ്ങൾക്കിടയിൽ കാതി കെട്ടിക്കേണ്ട സൂറത്തുകൾ നമ്മുടെ ഇമാമുമാർ അതിൽ 20 സൂറത്തുണ്ട് എന്ന് പ്രത്യേകം വിവരിച്ച് കാണാം. അതിലൊരു പ്രത്യേക രചന തന്നെ, ഒരു ബൈത്തു തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനുണ്ട്. എന്ന് തുടങ്ങിയിട്ടൊരു ബൈത്ത്. ആ ബൈത്തിന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ തന്നെ എഴുതിയ ഒരു ഷറഹുണ്ട്. ആ ഷറഹും ഈ ബൈത്തുമെല്ലാം ഹാഷിയത്തുൽ ജമൽ 453 കാണാം. ഈ രചനകൾ പരിശോധിച്ചാൽ ആ 20 സൂറത്തുകളിൽ ഒരു 8 സൂറത്ത് അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാക്കി 12 സൂറത്തുകളാണ് സത്യത്തിൽ സ്വതന്ത്ര പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നിടത്തുള്ളത്. അപ്പോൾ ഒരു സ്വതന്ത്രയായ പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ കാതി കെട്ടിക്കേണ്ട ഇടങ്ങൾ 12 രൂപമാണ് എന്ന് വരുന്നുണ്ട്. പക്ഷെ അതിൽ ബഹുഭൂരിഭാഗവും ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിൽ ചെറിയ വാചകങ്ങൾക്കുള്ളിൽ അടക്കി ഒതുക്കി വെച്ചത് നമുക്ക് വായിക്കാൻ കഴിയും. ഈ നിലക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആശയ വൈപുല്യം അതിൻ്റെ ഓരോ ഇബാറത്തുകളിലും ഒളിപ്പിച്ചു വെച്ചത്. കുബിതന്റെ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ത്വലാഖിന്റെ ബാബിലുണ്ട്. ദേഷ്യവേളയിൽ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് സംഭവിക്കുമോ ഇല്ലയോ? അവിടെ ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈനിന്റെ ഇബാറത്തിലുള്ളത് വത്തഫഖു അലാ വുഖൂഇ ത്വലാഖിൽ ഗൾബാൻ. കുബിതന്റെ ത്വലാഖ് സംഭവിക്കുമെന്ന് എല്ലാവരും ഏകോപിച്ചതാണ്. വഇനിദ്ദഅ സവാല ശുഊരിഹി. ഈ ത്വലാഖിന്റെ വാചകം മൊഴിയുന്ന വേളയിൽ തന്റെ കോപം കാരണം തനിക്ക് ഷുഊർ നഷ്ടപ്പെട്ടു എന്നോ അവൻ പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കില്ല എന്നൊരു വാചകമുണ്ട്. വഇനിദ്ദഅ സവാല ശുഊരിഹി എന്നാണ് വാചകം. എന്നാൽ തർഗീബുൽ മുസ്താഖ് എന്ന ഒരു ഇമാം സംലാവി തങ്ങളുടെ ഒരു ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റംലി തങ്ങളുടെ നഖലായിട്ട് ഒരു പരാമർശം. ആ പരാമർശത്തിലുള്ളത് നഅം ഇൻ കാനൽ ഗദ്ബാനു സായിലൽ അഖ്ൽ. ഈ കുബിതൻ അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ഉദിർ നൽകപ്പെടും എന്നാണ്. ബഹുമാനപ്പെട്ട ഫതാവൽ മുഅ്തമദ എന്ന ഒരു കിതാബ് ഹബീബ് ഇബ്നു യൂസുഫ് എന്നവരുടേതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഈ ഫത്വയിൽ എന്താണ് ഈ ഫതുഹുൽ മുഈൻ പറഞ്ഞത്, അതുപോലെ ഈ തർഗീബുൽ മുസ്താഖിലുള്ള ഉദ്ധരണി എന്താണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവരോട് ചോദ്യം. അപ്പം ബഹുമാനപ്പെട്ടവർ ഈ ഫതുഹുൽ മുഈനിൽ പറഞ്ഞത് എന്താണ്, അതുപോലെ നേരത്തെ പറഞ്ഞ ഈ തർഗീബുൽ മുസ്താഖിൽ പറഞ്ഞത് എന്താണെന്ന് ആ കിതാബിൽ വളരെ വ്യക്തമായി വിവരിച്ചത് കാണാം. അത് വൈരുദ്ധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ, സമയം ദൈർഘിച്ചത് കാരണം ഞാൻ നിർത്തുകയാണ്. അവസാനമായി അന്വേഷകർക്ക് മനസ്സിലാക്കാൻ എന്നുള്ള നിലക്ക് ഇതിൻ്റെ 4ാമത്തെ കാരണമായി ഇതിൻ്റെ രചനാ സൗന്ദര്യവും കൂടെ നമുക്കിതിൽ കൂട്ടി വായിക്കാം. രചനാ സൗന്ദര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുക്കും ചിട്ടയും, അതുമാത്രമല്ല ആവശ്യമുള്ളയിടത്ത് ഖിലാഫുകളും കൗലുകളും പറയലും, അതുപോലെ കുടുങ്ങിയ ഇടങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളുടെ വിവരണങ്ങളെല്ലാം വളരെ ഹ്രസ്വമായി ചെറിയ ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ ഇതിൽ ശേഖരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇപ്പോൾ രചിക്കപ്പെടുന്ന ഇവിടെ പ്രകാശിതമാകുന്ന ഈ ഫൈദുൽ മത്തീൻ എന്ന ഗ്രന്ഥവും അതുപോലെ അതിന് നേരത്തെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.